മടുത്ത് മതിയാക്കിയോ? നിൽക്ക്, ഇനി ഒന്ന് നോക്ക്, എല്ലാം ശരിയാകും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അതേന്നെ ഈ മെസ്സേജിലൂടെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആലോചനയാണ് ഞാൻ കൈമാറിയത്. മടുത്തും തളർന്നും നിരാശപ്പെട്ട് ഇനി വയ്യ, എത്ര തവണ ശ്രമിക്കും? മനുഷ്യരല്ലേ, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എത്രയെന്ന് പറഞ്ഞാൽ വയ്യ, ഇനി വയ്യ, അല്ലാത്തൊരവസ്ഥയിലിരിക്കുക അല്ലേ സഹോദരി? നേരെയാവും, ഇന്ന് നേരെയാവും, നാളെ നേരെയാവും, എൻ്റെ കുടുംബജീവിതം ശരിയാവും, എൻ്റെ ഭർത്താവ് മാറും, എൻ്റെ ജീവിതത്തിലെ അവസ്ഥ മാറും, എനിക്ക് എത്രയെന്ന് പറഞ്ഞ് ഇപ്പോൾ വയ്യ, ഒരു വല്ലാത്ത മടിപ്പോ, ഒരു മരവിപ്പ. ജീവിക്കേണ്ടത് കൊണ്ട് ജീവിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ജീവിതത്തോടുള്ള ആ ഒരു ആസക്തി എല്ലാം നഷ്ടപ്പെട്ടു, ആരോടും ഒരു പ്രതിബദ്ധതയില്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥ അല്ലേ മക്കളെ? എത്ര തവണയായി? പഠിക്കാത്തത് കൊണ്ടല്ല, ശ്രമിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ പരാജയപ്പെട്ടു പോവുകയായി. ഇനി എത്ര തവണ സഹോദരി? ഒത്തിരി തവണ OET എഴുതി, IELTS എഴുതി, MOH എഴുതി, പല നിലകളിൽ ശ്രമിച്ചു, പക്ഷേ പരാജയമാണ്. അവിടെ നിന്ന് ഒരു അടി മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് നോക്കി കാണുവാനായിട്ട് കഴിയുന്നില്ല. ശുശ്രൂഷയിലൊരു വളർച്ച ഉണ്ടാകും, ഭൗതിക ജീവിതത്തിലൊരു മുന്നേറ്റം ഉണ്ടാകും, ആത്മീയമായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒരു വല്ലാത്ത അവസ്ഥ. മടുത്തു, ഇനി വയ്യ, ഇനി പോകാനും വയ്യ, ഇനി ഇറങ്ങാനും വയ്യ, ഇനി വയ്യ, ഇനി എനിക്ക് വയ്യ, കെട്ട് നടക്കുന്നില്ലെങ്കിൽ നടക്കണ്ട, അവൾ വീട്ടിൽ ഇരുന്ന അത്രയും അല്ലേ? അങ്ങനെ ഇരിക്കുന്ന നിങ്ങളോട് പറയാൻ കർത്താവ് പറഞ്ഞ്, തളർന്ന് നിർത്തണ്ട, ഇനി നോക്ക്. അതെ, നിൻ്റെ ലൈഫ് മാറ്റുന്ന, നിൻ്റെ ജീവിതം മാറ്റുന്ന ആ ദൈവപ്രവൃത്തി നീ കാണുവാൻ പോകുക. സഹോദര, നിൻ്റെ ലൈഫ് മാറ്റുന്ന ആ തൊഴിൽ നിന്നിലേക്ക് വരുവാൻ പോകുക. എൻ്റെ കർത്താവ് അത് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദീർഘനാളുകളായി നീ കാത്തിരിക്കുന്ന, ദീർഘനാളുകളായി നീ കൊതിയോടെ നോക്കുന്ന, ദീർഘനാളുകളായി നീ കഷ്ടപ്പെടുന്ന ആ വാഗ്ദത്തം, അതേ ആ തൊഴിൽ, ആ വരുമാന മേഖല കർത്താവ് നിനക്ക് മുമ്പിൽ തുറന്നു തരിക. ഷബറിധലമ ഷെഖനെ, വിശ്വാസത്തോടെ എഴുന്നേൽക്കുന്നേ സഹോദരി, മാറും. ഇപ്രാവശ്യം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ചുമ്മാതിരുന്ന് പറയരുതേ. ചുമ്മാതല്ലല്ലോ, എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചുമ്മാതല്ല പറഞ്ഞത്, വാക്യം മുൻപിൽ വെച്ചിട്ടാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അറിയാം നിങ്ങൾ അങ്ങനെ ചോദിക്കും. നിങ്ങൾ പ്രൈസർ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ. അപ്പോൾ നോക്കിയേ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 44-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യം മീൻസ് 6 പ്രാവശ്യം പരാജയപ്പെട്ടു. ആദ്യത്തെ തവണ ഇത് ഏലിയാവും ഏലിയാവിൻ്റെ ദാസനും അവർ രണ്ടുപേരുമാണ് അവിടെ വ്യക്തികളായിട്ടുള്ളത്. അവർ ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ഏലിയാവ് തൻ്റെ ശിഷ്യനോട് പറയുകയാണ്, നീ പോയിട്ട് നോക്ക്, ഒരു ദൈവപ്രവൃത്തി ഇതാ വെളിപ്പെടുവാൻ പോകുന്നു. അവിടുത്തെ ദൈവപ്രവൃത്തി, കടലിൽ നിന്നൊരു കൈമേഘം മീൻസ് ഒരു മേഘം, മഴമേഘം വരുന്നു. മഴയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മഴയൊക്കെ വരുന്ന വലിയ കാര്യമാണോ? നോക്കൂ, ഈ ഏലിയാവ് ഇത് തൻ്റെ ശിഷ്യനെ അയക്കുന്ന സമയത്ത് മഴ ഭയങ്കര ഒരു വിഷയമാണ്. കാരണം 3.5 വർഷമായി ശമര്യയിൽ മഴ പെയ്തിട്ട് വല്ലാത്ത അവസ്ഥയിൽ ശമരയായിരിക്കുന്നു. പച്ചപ്പുല്ലെല്ലാം ഉണങ്ങി കരിഞ്ഞ് മണ്ണിനൊക്കെ ചാരത്തിൻ്റെ മണമായി മാറിയ അവസ്ഥ. പാടങ്ങളൊക്കെ വിണ്ടുകീറി, വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി, വല്ലാത്തൊരവസ്ഥയിൽ ശമരി എത്തിച്ചേർന്നു. എല്ലാവരും ഒക്കെ രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെട്ടു. ഒരുപാട് പേർ മരണത്തിലേക്ക് ഇറങ്ങിപ്പോയി. ആ അവസ്ഥയിൽ ഈ ശിഷ്യൻ പ്രതീക്ഷയോടെ പോവുകയാണ്. ഗുരു ഏലിയാവാണ്. ഏലിയാവ് പറഞ്ഞ വാക്ക് സംഭവിക്കും. 1-ാം തവണ പോയി, പ്രതീക്ഷയോടെ പോയി. പക്ഷേ പ്രതീക്ഷ പൂവണിഞ്ഞില്ല. അത് വലിയ കാര്യമല്ല അല്ലേ സഹോദരി? 1-ാമത്തെ തവണയും നമുക്കൊരു വിഷയമല്ല. 2-ാമത്തെ തവണയും വലിയ കുഴപ്പമില്ല. 3 ചെറിയൊരു ഡൗട്ട്, വല്ലതും നടക്കുമോ? 4 ആയപ്പോൾ 5, 6 എന്ന് പറഞ്ഞാൽ പിന്നെ ഗതികേട് കൊണ്ട് പോകുന്നതാണ്, നടക്കത്തില്ല. അങ്ങ് ഉള്ളിൽ ഉറപ്പിച്ചിട്ടുള്ളൊരു പോക്ക. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 7-ാം തവണ കളി മാറി. യെസ്, ഈ ചാൻസിൽ നീ എത്തേണ്ട സ്ഥാനത്തെത്തും. റാഥഭാഷ്യഖ്യനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. മാതാവേ, ഈ ചാൻസിൽ നിൻ്റെ തലമുറകൾ പ്രാപിക്കേണ്ടത് പ്രാപിക്കും. അവർ ആ റിസൾട്ട് നേടിയെടുക്കും. ഷബാറി തലമാഷ്യഖ്യനെ, ഈ ബിസിനസ് പരാജയപ്പെടത്തില്ല.
ഇനി വീണ്ടും കരഞ്ഞ് നിലവിളിച്ച് നിരാശപ്പെട്ടായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ വരൾച്ചയെ മാറ്റുന്ന മീൻസ് നിൻ്റെ ജീവിതത്തിലെ വരൾച്ചയെ, ഇല്ലായ്മയെ, ക്ഷാമത്തെ മാറ്റുന്ന മഴ, വിടുതലിൻ്റെ മഴ, ദൈവപ്രവൃത്തിയുടെ മഴ നിന്റെ ലൈഫിൽ പെയ്തിറങ്ങുവാൻ പോകുക. ഷബറിധലമാശകനെ ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഓ ഷബ, നിന്റെ ശരീരത്തെ തണുപ്പിക്കുവാൻ, നിന്റെ മനസ്സിനെ തണുപ്പിക്കാൻ, സ്ട്രെസ് മാറ്റുവാൻ, ആ ടെൻഷൻ, നിരാശ, നിന്നെ തന്നെ സ്വയം ഉപദ്രവിക്കുന്ന അവസ്ഥ, അത് മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മഴയായി പെയ്തിറങ്ങുക. വരണ്ട അനുഭവങ്ങൾ മാറുക. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആ വരൾച്ച മാറുക. ഭാര്യയ്ക്ക് സ്നേഹമില്ല, ഭർത്താവിന് സ്നേഹമില്ല, മക്കൾക്ക് സ്നേഹമില്ല, ഒരു വരണ്ട അവസ്ഥ. അതേ, സ്നേഹത്തിൻ്റെ പുൽനാമ്പുകൾ മുളച്ചു വരുന്നു. ഓ ഷബറിദലമാശേഖനെ യസ്, ആ പച്ചപ്പ് വെളിപ്പെടുക. നിങ്ങളുടെ ബന്ധങ്ങളിൽ ആ ഊഷ്മളത ഉണ്ടാകുക, ആ വരൾച്ച മാറുക. നിങ്ങളുടെ ബന്ധങ്ങളിൽ ആ ഊഷ്മളത ഉണ്ടാകും. ഓ, ഒരിക്കൽ കൂടി ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ബന്ധങ്ങളിൽ സഹോദരി, നീ നിൻ്റെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ ഇപ്പം വെറും ഒരു ബന്ധം മാത്രമാവും വന്ന് കയറിപ്പോയി, അതുകൊണ്ട് നീയും പെട്ടുപോയി എന്ന് പറഞ്ഞ് അവനും നിൽക്കുന്ന ആ സ്റ്റേജ്, അത് മാറുവാൻ പോവുകയാണ്. ഓ ഷബറിധലമാശേഖനെ, എത്ര പേർക്ക് വിശ്വാസത്തോടെ രാമൻ പറയുവാൻ കഴിയും? അമ്മേൻ. ആ അവസ്ഥ മാറുക, ആ വരണ്ട അവസ്ഥ മാറുക. നിൻ്റെ തൊഴിൽ മേഖലയിൽ ആ വരണ്ട അവസ്ഥ മാറുക. ഒന്നുമില്ല, ദിവസം കഴിയുന്തോറും ഉള്ളത് കൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അമ്മേൻ. വരൾച്ച തുടങ്ങിയ സമയത്ത് കെരീത്തിൽ ഉറവയൊക്കെ ഉണ്ടായിരുന്നു. അല്പം മെനക്കെട്ട് കഴിഞ്ഞാൽ കെരീത്തിൽ പോയിരുന്ന് ഭക്തൻ അവിടെ നിന്ന് കുടിച്ചതാണല്ലോ. പക്ഷെ 6 മാസമായപ്പം കെരീത്തിലെ ഉറവ പറ്റി എന്ന് പറഞ്ഞാൽ പച്ചപ്പിനുള്ള സാധ്യത മുഴുവൻ അങ്ങ് അസ്തമിച്ചു. 6 മാസം വരെ കാക്ക വരുമായിരുന്നു. അതിനർത്ഥം ഏതൊക്കെയോ അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാകുന്നുണ്ടായിരുന്നു. 6 മാസം ഏത് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പം കാക്കയുടെ വരവ് നിറച്ചു. അർത്ഥം ആ അടുക്കള പൂട്ടി. മൊത്തത്തിൽ പ്രശ്നമോ. ദിവസം കഴിഞ്ഞ് പോകുന്തോറും പ്രശ്നത്തിൻ്റെ കഠിനത കൂടി 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 നീ വലിയ കടക്കാരനായി, നീ വലിയ ബാധ്യതക്കാരനായി, പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ഇനി ഒരു മഹാത്ഭുതം, നീ ഇപ്പോൾ അതാ പറയുന്നത്, ഇനി ഒരു മഹാത്ഭുതം സംഭവിച്ചാൽ മാത്രമേ, ആർ യു റെഡി? ആ അത്ഭുതം നിന്നെ തേടി വരിക. നീ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ മഹാത്ഭുതം നിൻ്റെ ലൈഫിനെ മാറ്റുന്ന, നിൻ്റെ ബാധ്യതകളിൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന, തൂങ്ങിച്ചാകാതിരിക്കുവാൻ എൻ്റെ ദൈവം ആ മഹാത്ഭുതത്തെ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഷബ റീധലമ ഷെഖനെ റാധോറിയ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നാളുകൾ കഴിയുന്തോറും അവർ താഴോട്ട് ആദ്യത്തെ പ്രാവശ്യം തോറ്റു എങ്കിലും അടുത്ത് വന്നെത്തി. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം കുറച്ചുകൂടെ കുറഞ്ഞു. ഇപ്പം പിന്നെ എഴുതുന്ന ആദ്യമൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ദിവസം കഴിയുന്നു വരൾച്ച, വരണ്ട അവസ്ഥയാണ്. നല്ലതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുവാൻ കഴിയാത്ത, നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വല്ലാത്തൊരു വരണ്ട അവസ്ഥ. ആ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. നോക്കൂ, 3.5 വർഷക്കാലത്തെ ക്ഷാമത്തിന് അറുതി വരുത്തുവാൻ ഒരു കൈമേഘം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും, ആ ഒരു ചെറിയ മേഘത്തിന് എന്ത് മാറ്റം വരുത്തുവാൻ കഴിയും? ആമേൻ. പ്രിയരെ, അത് കടലിൽ നിന്ന് പൊങ്ങി വരുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവപ്രവൃത്തി എപ്പോഴും നിങ്ങളുടെ ലൈഫിനെ മാറ്റും. ആ ദൈവപ്രവൃത്തി ശമര്യയുടെ ക്ഷാമത്തെ മാറ്റി. അത് വൻമഴയായി ഇടിച്ചു കുത്തി പെയ്യുവാനായി തുടങ്ങി. ഓ ഷബറിധല 3.5 വർഷക്കാലം കൊണ്ട് കരിഞ്ഞുണങ്ങി കിടന്നതൊക്കെ ജീവൻ പ്രാപിക്കുവാനായി ഷബറിധലമാ ഷെഖനെ മണ്ണിൻ്റെ ഗന്ധം വിരിയിച്ചുകൊണ്ട് മണ്ണിൻ്റെ ഗർഭപാത്രത്തിൽ കിടന്ന വിത്തുകളെ മുളപ്പിച്ചു പുറത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ശമര്യയിലെങ്ങും ആമേൻ ഭൃത്യൻ കണ്ട കൈമേഘം ഇടിച്ചു കുത്തിപ്പെയ്യുന്ന മഴയായി, വൻമഴയായി പെയ്തിറങ്ങി. നിൻ്റെ ലൈഫിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതുന്ന പലതും മുളച്ചു പൊങ്ങി. ഓ ഷബറിധല, നിൻ്റെ ലൈഫിന് ഒരു പച്ചപ്പുണ്ടാകുവാൻ. സഹോദരി, നിൻ്റെ കുടുംബജീവിതത്തിൽ ആ ഒരു പച്ചപ്പുണ്ടാകുവാൻ, നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ആ ഒരു പച്ചപ്പുണ്ടാകുവാൻ, നിൻ്റെ ബിസിനസ്സിൽ, നിൻ്റെ ശുശ്രൂഷയിൽ, നിൻ്റെ ആത്മീക ഭൗതിക ജീവിതത്തിൽ ആ പച്ചപ്പുണ്ടാകുവാൻ തക്കവണ്ണം ഇടിച്ചു കുത്തി പെയ്യുക. യെസ്, യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി വൻമഴയായി നിൻ്റെ ലൈഫിൽ വെളിപ്പെടുവാൻ പോകുക. ഷബറിധലമാ ഷെഖനെ. അവൻ അതുകൊണ്ട് മടുക്കരുതേ. സ്തോത്രം. ദൈവപ്രവൃത്തി മുൻപിലുണ്ട്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. അമ്മേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, രാജാവ് രഥം പൂട്ടി യാത്രയായി. അപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏലിയാവിന് മേൽ വന്നു. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും. ചില രഥങ്ങൾക്ക് മുൻപിൽ ഓടുവാൻ തക്കവണ്ണം വരണ്ട നിലങ്ങൾ പച്ചപ്പുള്ള സമൃദ്ധിയുള്ള തീരങ്ങളായി മാറും. ഇല്ലായ്മയെ മാറ്റുന്ന
ദാരിദ്ര്യത്തെ മാറ്റുന്ന, ക്ഷാമത്തെ മാറ്റുന്ന ദൈവപ്രവൃത്തിയുടെ വൻ മഴ നിൻ്റെ ജീവിതത്തിൽ പെയ്തിറങ്ങും. അധികാരികളെ പിൻപന്മാരാക്കുന്ന, പേര് വരുമ പ്രശസ്തിയുള്ള ഓട്ടക്കാരെ പിൻപന്മാരാക്കി നീ ജയിക്കുന്ന റാധാലമാക്ഷനെ റെഡിയാണോ? അതെ, വാക്ക് പറയുവാൻ ഏലിയാവും അത് കേൾക്കുവാൻ ഒരുവനും തയ്യാറായപ്പോൾ തോൽക്കുവാൻ തക്കവണ്ണം ആഹാബും ആ രഥത്തെ കെട്ടിവലിച്ച കുതിരകളും തയ്യാറായി. ആമേൻ. കൊട്ടായ്മയ്ക്കൊപ്പമായിരിക്കുവാൻ, പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുവാൻ റെഡിയാണോ? ഏലിയാവിലൂടെ ദാസൻ കേട്ടതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രൈസർ ഫാമിലിയുടെ കേൾക്കുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ നീ തയ്യാറാണോ? നിനക്ക് മുമ്പേ ഓടിയവരെയൊക്കെ നിനക്ക് മുമ്പിൽ തോൽക്കുവാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. നീ ഓടി ജയിക്കുവാൻ പോകുക. ഇന്നലകൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് നീ പ്രാപിക്കുവാൻ പോകുക. റെഡിയാണോ? കൂടെ കൂടിക്കോ. പാസ്റ്റർ, ഹൗ ഈസ് പോസിബിളാണ്. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ആ കാത്തിരിപ്പുകൾക്ക് എത്തി നോക്കി പരാജയപ്പെട്ട് തളർന്നു കിടക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് ക്രമീകരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത്, ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിന് നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും ദൈവവചനത്തിനോടൊപ്പം പ്രാർത്ഥനയോടൊപ്പം ആയിരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമായി നമ്മൾ ഒരുമിച്ചായിരിക്കും. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമായി സിസ്റ്റർ വിജി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യുക. വലിയ ബ്ലെസ്സിംഗ് ആണ്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലെത്തും. ആലയത്തിലും കടന്നു വരാം. പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥനയുടെ വീര്യപ്രവൃത്തി, അത്ഭുത പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന എവിടെ വെച്ചെന്നു? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണി മുതൽ കാട്ടക്കടയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കുറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടമെന്ന സ്ഥലത്ത് ഞങ്ങളെ കർത്താവ് അയച്ചിട്ടുണ്ട് ഒരു പുതിയ പ്രവർത്തനത്തിനായി. ഞങ്ങളവിടെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, ദൈവികമായ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കണം ആഗ്രഹിക്കുന്നുവോ? കൂടെ കൂടിക്കോ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ കേൾപ്പിച്ച ആലോചനകളാൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒത്തിരി തവണ ട്രൈ ചെയ്ത് പരാജയപ്പെട്ട് മടുത്തായിരിക്കുന്നത്, ഇനി വയ്യ എന്ന് പറഞ്ഞ് ഇനിയൊരു നല്ല കാലം, ഇനിയൊരു നല്ലത് എൻ്റെ ജീവിതത്തിലില്ല എന്ന് മടുത്ത് മാറി നിൽക്കുന്നവർ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വാക്ക് കേട്ട് മുൻപോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങൾ കാണട്ടെ. അവരുടെ ജീവിതത്തിലെ വരൾച്ചയും ഇല്ലായ്മയും മാറ്റുന്ന അത്ഭുതം കാണട്ടെ. വരുമാനമില്ലായ്മയ്ക്ക് അറുതി വരുത്തുന്ന അത്ഭുതം തൊഴിലായി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രവർത്തിക്കണം. ഇനി ഒരിക്കലും പഴയതുപോലെ ആകത്തില്ല എന്ന് ഒത്തിരി ഡോക്ടർമാരെ കണ്ട് നിരവധി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് മടുത്തായിരിക്കുന്ന ചിലർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. റാധാലമാ ഷെഖനെ മരുന്നിനും വൈദ്യനും കഴിയാത്തത് സ്വർഗം ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യണമേ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങളിൽ ഊഷ്മളതയും സ്നേഹവും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ, വസ്തുക്കളില്ലാത്തവർക്ക് വസ്തുക്കൾ, വാഹനങ്ങൾ ആവശ്യമായിരിക്കുന്നവർക്ക് വാഹനങ്ങൾ സ്വർഗമങ്ങ് നൽകി മാനിക്കണമേ കർത്താവേ. വിദേശ യാത്രയ്ക്കായി ഒരുങ്ങിയായിരിക്കുന്നവർ വഴികളെ തുറക്കണമേ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ വഴിവാതിലുകളെ തുറന്ന് സ്വർഗം മാനിക്കണമേ. ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസങ്ങളായി തീരട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അത്ഭുതം കാണട്ടെ. യേശുവേ, കുറവുകളെ ക്ഷമിച്ച് സ്വർഗം ഇവരെ അങ്ങ് മാനിക്കണമേ കർത്താവേ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, കടഭാരങ്ങളിലായിരിക്കുന്നു വലുതും ചെറുതുമായ എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ദിവസങ്ങൾ അധികമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, ഒപ്പം ചേർന്നായിരിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യവും മറക്കണ്ട. ശരിയെന്നാ പോകും. ദൈവം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.